മക്കളെ, അപ്പോൾ എൻ്റെ CBSE ക്ലാസ് 10ലുള്ള മക്കളുടെ എല്ലാവരുടെയും ഹാഫ് ഇയർലി എക്സാം ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. പല സ്കൂളുകളിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറച്ച് പേർക്കൊക്കെ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്കൂളിൽ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ക്ലാസ് 10ൽ എത്തുമ്പം നമ്മുടെ എയിം എന്താണ്? ഫുൾ A1 വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. നിങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ടായിരിക്കും പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. കുറേ ആൾക്കാർ പഠിച്ചു, പക്ഷേ അതൊന്ന് കംപ്ലീറ്റ് ആവാത്ത അവസ്ഥയിലുണ്ടാവും. ഇനി കുറച്ച് ആൾക്കാരാണെങ്കിൽ ഇതിലൊന്നും എത്താതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അല്ലേ. അപ്പം എൻ്റെ കുട്ടികൾക്ക് നിങ്ങളുടെ ഈ ഒരു എക്സാമിന്, ഇപ്പോൾ ഹാഫ് ഇയർലി എക്സാം ആയിക്കോട്ടെ, ഇനി വരുന്ന നിങ്ങളുടെ പബ്ലിക് എക്സാം ആയിക്കോട്ടെ, ഇതിനൊക്കെ നിങ്ങൾക്ക് ഫുൾ A1 വാങ്ങിക്കാനും നിങ്ങളുടെ കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനും, പ്രത്യേകിച്ച് ഇപ്പം നിങ്ങളുടെ CBSE എക്സാമിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടല്ലേ. അപ്പം ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ എക്സാം വിന്നറിൻ്റെ CBSE ക്ലാസ് 10 ലക്ഷ്യ ബാച്ച് എന്ന് പറയുന്നത്. കാരണം അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. കോൺസെപ്റ്റ് അത്രയും ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം തന്നെ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ CBSE ക്ലാസ് 10 ലക്ഷ്യ ബാച്ചിലുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ പഠിക്കണം, നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ടൊരു സ്ഥലത്ത് ഉണ്ടാവണം, അതിൻ്റെ നോട്ട്സും ക്വസ്റ്റ്യൻസും ഒക്കെ വെച്ച് എൻ്റെ കുട്ടികൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നമ്മുടെ CBSE ക്ലാസ് 10 ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. കാരണം പെട്ടെന്നൊരു എക്സാമിനൊരു ചേഞ്ച് ഒക്കെ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്നൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. മക്കളെ, ഇതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനിയും നിങ്ങളുടെ മുന്നിൽ എന്തുണ്ട്? സമയമുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ, എക്സാമിൽ അങ്ങനെ മാറ്റങ്ങൾ വരുന്നു, ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നു, ഞാൻ എന്താക്കും? ഇതൊന്നും ആലോചിച്ച് എൻ്റെ മക്കൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ ചാപ്റ്റേഴ്സ്, അതിലെ കോൺസെപ്റ്റ്സ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതെൻ്റെ കുട്ടികൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി മനസ്സിലാക്കാൻ നമ്മുടെ എക്സാമിനറുടെ ലക്ഷ്യ ബാച്ച് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകും. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പം നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കാനോ പേടിക്കാനുള്ളൊരു സമയമല്ല. നിങ്ങളിനിപ്പോൾ പഠിച്ച് തീർന്നിട്ടില്ലെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം പഠിച്ചെടുക്കാനുള്ള സമയമുണ്ട്. അത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.